ഹലോ ഗൈസ്, ദിയ ഫാത്തിമയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ് ഇന്നും സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ തുടർച്ചയായിട്ട് ദിയ ഫാത്തിമയുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിനുള്ള കാരണങ്ങൾ ആ കുട്ടിയെ പെട്ടെന്ന് കണ്ടെത്തി അവരെ വീട്ടുകാർ കൊടുക്കുക, ആ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ള ഒറ്റൊരു ഇൻറ്റൻഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ സംഭവം ചെയ്യുന്നത്. മെയിൻ ഉദ്ദേശം അതാണ്. ഇപ്പോൾ ജുനൈദ് നമ്പിലാൻ എല്ലാവർക്കും അറിയാലോ. പുള്ളിയുടെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരുപാട് കാര്യങ്ങൾ, സത്യങ്ങൾ തുറന്നടിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ വീഡിയോയിൽ. പുള്ളി എടുത്തൊരു ഇനീഷ്യേറ്റീവ് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം അത് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പുള്ളിയുടെ സൈഡിൽ നിന്ന് പുള്ളി അന്വേഷിക്കുന്ന കാര്യങ്ങൾ, പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു സപ്പോർട്ടും ഇല്ലാതെ പുള്ളി തന്നെ സ്വന്തമായിട്ട് അന്വേഷിക്കുകയും അത് നമ്മുടെ ജനങ്ങൾക്ക് മുന്നേ പുള്ളി അത് വീഡിയോ രൂപത്തിൽ സംസാരിക്കുകയും അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആ കുട്ടിയുടെ വീട്ടുകാർക്ക്. ഈ കുട്ടിയെ കണ്ടെത്തുക എന്നൊരു ഇൻറ്റൻഷൻ മാത്രമാണ് ജുനൈദ് നമ്പിലാനുള്ളത്. അപ്പോൾ അതൊരു അഭിനന്ദനം. അതിൻ്റെ അപ്പുറം എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംഭവം. അപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങൾ കൂടുതൽ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ആ കാര്യങ്ങളിലോട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അതിലോട്ട് പോകാം. പല വിമർശനങ്ങളും ജുനൈദിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. അറിയാലോ, പല ആൾക്കാരും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഒരാൾ സ്വപ്നത്തിൽ കണ്ട് അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു, എന്തൊരു അന്ധവിശ്വാസമാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരുപാട് തരം താഴ്ത്തി കളിയാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ചിന്തിക്കാതെ പോയ കാര്യമുണ്ട്. പുള്ളി എടുത്തൊരു എഫേർട്ട് അത് എല്ലാവരെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഈ കേസിൻ്റെ പിന്നാലെ പോയിട്ട് പുള്ളിക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത്? എന്തെങ്കിലും പൈസ കൊടുക്കണ്ടായെങ്കിലും ഒന്നുമില്ല. പുള്ളിയുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇത്രയും എഫേർട്ട് എടുക്കുന്നത്, ഒരു ഉമ്മാൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, കാരണം വർഷങ്ങളായിട്ട് കാണാതെ പോയ കുട്ടി, അതായത് ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ്, സാമ്പത്തികമായിട്ട് ഒരു കൂലിപ്പണിക്കാരൻ്റെ ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ കണ്ടെത്തി കൊടുക്കുക എന്നൊരു വലിയൊരു ഇനിഷ്യേറ്റീവാണ്, ചെറിയൊരു കാര്യമല്ല. ഇതിനുമായി ബന്ധപ്പെട്ട് ജുനൈദിന് പറയാനുള്ള കാര്യം നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, അതാണല്ലോ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ആദ്യം ഏൽക്കേണ്ടി വന്നത്. അപ്പം ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാം. ആ വാർത്തയല്ല, ജുനൈദിന് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഞാൻ എൻ്റെതായിട്ടുള്ള അന്വേഷണം കാര്യങ്ങൾ വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്ക് അന്വേഷിക്കാന്നല്ല പറഞ്ഞത്. പോലീസ് സ്വന്തം നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ആ രീതിക്ക് ഞാൻ പോകുന്നു. ഞാൻ അതല്ലാതെ, അതായത് അവർ ഉറങ്ങുമ്പോൾ ഞാൻ ഉറക്കൊഴിച്ച് എൻ്റെതായിട്ടുള്ള രീതിയിൽ കൂടെ ഞാനും പോകുന്നുണ്ട്. അപ്പം ഈ സ്വപ്നം കണ്ട് ഞാൻ ആ വീട്ടുകാരൊക്കെ പറഞ്ഞ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ. അപ്പൊ ഞാൻ ആ വീട്ടിലേക്ക് രാത്രി വിളിക്കുന്നത് ആദ്യം തന്നെ അവരോട് ഞാൻ ചോദിച്ചത് ക്ഷമ ചോദിച്ചാൽ, രാത്രി വിളിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം, ഇത് ഇന്ന വീടല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ആ വീട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങള്, അതായത് അവര് ഒരു തരത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരു യാത്ര ഇല്ല അവർക്ക് ഈ കുട്ടീനെ അന്വേഷിക്കാൻ. അത്രയും കാശ് മുടക്കി, അത്രയും സ്വർണങ്ങളും കാര്യങ്ങളും വിറ്റു, വീട് വരെ പണയത്തിൽ കൊടുത്തു, ഒരുപാട് പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഞാൻ വിളിച്ചു പറയുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഞാൻ മനസ്സിൽ വെച്ച് പിറ്റേന്ന് ഞാൻ വിളിച്ചത് കാരണം എന്താന്ന് ചോദിച്ചാ, എനിക്ക് ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ പറയാണ്, എനിക്ക് ഒരു കുട്ടിയുണ്ട്. എനിക്ക് ഒരു കുട്ടി, എന്റെ കുട്ടീനെ നഷ്ടപ്പെട്ട എനിക്ക് ആലോചിക്കാനും കൂടി കഴിയൂല. അതേമാതിരി നിങ്ങള് ഈ കമന്റ് ഒക്കെ ഇടുന്ന ആളുകള് ആലോചിക്കാണ് സ്വന്തം മക്കളെയാണ് രക്ഷിച്ചത്, എന്നിട്ട് സ്വന്തം മക്കളെയാണ് നഷ്ടപ്പെട്ടത്, എന്നിട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം ഇവർ കുറെ അന്വേഷിക്കുന്നു, കിട്ടുന്നില്ല. കിട്ടാതിരിക്കുമ്പോ ഇവർക്ക് ഇനി കാശുമില്ല, ഒന്നുമില്ല, പാവപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ സ്ഥലത്ത് ഒരാള് വരുമ്പോ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവരെ രക്ഷിക്കാൻ വരുമ്പോ ഇനി എന്തിനാണ് ചങ്ങായിമാരെ വെറുതെ സ്വപ്നം, അത് ഇത്, അന്ധവിശ്വാസം, പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ. അപ്പൊ അങ്ങനെ ഞാൻ ഈ കാര്യങ്ങൾ സ്വപ്നം കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അന്ന് വരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചു. എനിക്ക് എപ്പോഴുള്ള ഒരു പരിപാടിയാണ്, ഞാൻ എന്തുണ്ടെങ്കിലും എഴുതി വെക്കും, കറക്റ്റ് എഴുതി വെക്കുന്നത്. അപ്പൊ എഴുതി വെച്ചു. അവരെ കുറിച്ചിട്ട് ഒരുപാട് ന്യൂസുകൾ കാര്യങ്ങളും വന്നത്, അതൊക്കെ ഞാൻ കുത്തിയിരുന്ന് അങ്ങനെ ഓരോ ദിവസങ്ങളും കണ്ട് അതിനെ കുറിച്ച് നന്നായി പഠിച്ചു. അങ്ങനെ
മെയിനായിട്ട് ജുനൈദിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, കുട്ടിയെ കണ്ടെത്തി കൊടുക്കുക ആ കുട്ടിയുടെ ഉമ്മാക്ക് എന്നാണ് ജുനൈദ് പറയുന്ന കാര്യം. ഇതൊരു പാവപ്പെട്ട ഫാമിലിയാണ്. ഓൾറെഡി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ്, പിന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഈ മെയിൻ ഉദ്ദേശം തന്നെയായിരുന്നു. കാരണം ഇവർ ഓൾറെഡി കേസുമായി മുന്നോട്ട് പോയിട്ടും പല രീതിയിൽ അവർക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് വെളിയിൽ നിന്നൊരാൾ വന്നിട്ട് സഹായിക്കുമ്പോൾ ആർക്കായാലും അത് സന്തോഷമുള്ള കാര്യമാണ്. അത്രയേ ജുനൈദ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ജുനൈദ് ഒരുപാട് സത്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് പുള്ളി കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളെ ബേസിസ്, അതാണ് ഞാൻ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. ഓക്കെ. ഈ വീട്ടിൽ പോലീസുകാരെ കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. ഇന്നലത്തെ വീഡിയോയിൽ ആ കേസും കാര്യങ്ങളും അതെല്ലാം കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ്, എനിക്ക് ഇങ്ങനെ ഒന്ന് വീഡിയോ ചെയ്ത് പരിചയമില്ല. കുറെ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ വാക്ക് പെശകൊക്കെ പറ്റും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ. അപ്പം ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ച് അങ്ങനെ പോലീസിന്റെ അനാസ്ഥ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ അന്വേഷിച്ച് തിരിച്ച് ഞങ്ങൾ വീണ്ടും എത്തിയത് ദിയ ഫാത്തിമന്റെ മുറ്റത്താണ്. ആരോ ഞങ്ങൾ അതിനെ കൊണ്ടുവന്ന് അവിടെ വീണ്ടും എത്തിച്ചു ഞങ്ങൾ അന്വേഷണം. അപ്പൊ നമുക്ക് അവരുടെ മുറ്റത്തുനിന്ന് തുടങ്ങാം. അവരുടെ മുറ്റത്തുനിന്ന് തുടങ്ങാന്ന് പറയുമ്പോൾ ഈ കുട്ടീനെ കാണാതായി പോലീസ് നായ വന്നിരുന്നു. ഞാൻ ചുരുക്കി പറയണം, അതിനിടയിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ടും ഇതിനെക്കുറിച്ച് നമുക്കൊക്കെ അറിയാനൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ പോലീസ് നായ ആ കുട്ടിന്റെ വീട്ടിൽ നിന്ന് മണം പിടിച്ചു. അപ്പൊ 2 വീടുകളാണ് അവിടെ അടുത്തുള്ളത്. ഒന്ന് വലത്ത് സൈഡിൽ ഇടത്ത് സൈഡിലായിട്ട് 2 വീടുകളാണുള്ളത്. 50 മീറ്റർ കഷ്ടിച്ച് 50 മീറ്റർ അടുത്തുള്ള ഒരു വീട്ടിൽ കയറുന്നു. ഓക്കെ. അങ്ങനെ ആ വീട്ടിൽ കയറിയിട്ട് മണം പിടിച്ച് കയറി. അങ്ങനെ ഇത് രണ്ടാമതും അന്വേഷണമായിട്ട് ഈ പോലീസ് നായനെ കൊണ്ടുവന്നപ്പോഴും ഈ പോലീസ് നായ വീടൊക്കെ മണത്തിട്ട് നേരെ ആ വീട്ടിൽ സിറ്റ് ഔട്ടിൽ കയറി. എന്നിട്ട് നേരെ റോട്ടിലേക്കാണ് പോയത് നായ. ഓക്കെ. ശരിക്കും മനസ്സിലാക്കണം ഞാൻ പറയുന്നത്. ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തുന്നല്ല. ഇത് പലർക്കും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താന്നുള്ളത്. അപ്പൊ ഈ നായ, ഈ പോലീസ് അപ്പൊ ശരിക്കും ചെയ്യേണ്ടത് എന്താ? നിങ്ങളാണ് എന്താ ചെയ്യാ? ആ വീട്ടുകാരെ വിളിച്ചിട്ട് അന്വേഷിക്കും, അല്ലെ? അപ്പൊ ഞാനങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് ഈ പോലീസ് ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചില്ല? അങ്ങനെ ഒരു നായ പോകുമ്പോ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാരെ കുറിച്ച് ഒന്ന് അന്വേഷിക്കൂല. എന്റെ ചെറിയൊരു മൈൻഡിൽ ഇങ്ങനെ തോന്നിപ്പോയി, എന്തുകൊണ്ട് അങ്ങനെ അവര് പോലീസ് അന്വേഷിച്ചില്ല. അപ്പൊ ഞാൻ പോലീസ് അന്വേഷിച്ചോ എന്നൊക്കെ നോക്കി, പോലീസ് അന്വേഷിച്ചിട്ടില്ല. പോലീസ് അവിടെ വന്നിരുന്നു, 1-2 പ്രാവശ്യം വന്ന് കാര്യമായ ഒരു അന്വേഷണം പോലീസ് അവിടെ നടത്തിയില്ല. അപ്പൊ എനിക്കൊരു കൗതുകം, ഈ സ്ത്രീ ആരാണ്, അല്ലെങ്കിൽ ഈ വീട്ടുകാരൻ ആരാണ്, അവിടെ ആരാ താമസിക്കുന്നത്, അവർക്ക് എന്താണ് ജോലി, അവരെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കാൻ നോക്കി. അപ്പൊ ഈ വീട്ടുകാരോട് ഞാൻ ചോദിച്ചിരുന്നത്, കാരണം ഈ വീട്ടുകാർക്ക് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ആളുകളും 100 കണക്കിന് കമന്റുകൾ വരുന്നു. കുട്ടീന്റെ അച്ഛൻ അപായപ്പെടുത്തിയിട്ടുണ്ടാവും, അമ്മ അപായപ്പെടുത്തിയിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളത്. അതുപോലെ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ആയിരിക്കാം, നമുക്കറിയാത്ത ആളുകളല്ലേ. അപ്പൊ നമ്മള് മനസ്സിന്റെ ഉള്ളിൽ ഞാൻ സംശയിച്ചു, ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പം ഈ വീട്ടുകാരൊന്നും അറിയാതെയാണ് ഞാനത് അന്വേഷിക്കുന്നത്, അവരെ കുറിച്ചിട്ട് അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അന്വേഷിച്ചപ്പോ കുറച്ച് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ഈ ദിയ ഫാത്തിമാനെ എടുത്തു പോകുന്ന ഒരു 3-4 മിനിറ്റ്, അല്ലെങ്കിൽ ഈ ചായ കൊടുത്തിട്ട് കസാലയിൽ എടുത്ത് ചായ കൊടുത്ത് ഇത്തിരി സമയമായിട്ടുള്ളൂ, 2-3 മിനിറ്റിനുള്ളിൽ എടുത്ത് കൊണ്ടുപോയി. അപ്പൊ അത്രയും നല്ല പരിചയം. എനിക്ക് ആ അന്വേഷണത്തിൽ മുഴുവൻ മനസ്സിലായത്, ആ കുട്ടീനെ എടുത്തു കൊണ്ടത് നല്ല പരിചയമുള്ള ഒരാളാണ് എടുത്തോണ്ട്. പുതപ്പ് വിൽക്കാൻ വരുന്ന ആളോ മറ്റുള്ള ആളുകളോ ഒന്നുമല്ല. ഇനിയിപ്പോ പുതപ്പ് വിൽക്കാൻ വന്ന ആളാണെങ്കിൽ പോലും അവിടെ CCTV കാര്യങ്ങളും അപ്പുറം ഇപ്പുറമൊക്കെ നമുക്ക് ശ്രമിക്കാറുണ്ട്. പോലീസിന്റെ അനാസ്ഥയാണ് അതൊക്കെ കേട്ടോ. അപ്പോ എല്ലാവരും അന്വേഷണം, കുട്ടി മരിച്ചു, പോലീസ് വീണ്ടും പറയാണ്, പോലീസ് കുട്ടി അതിൽ ഒളിച്ചുപോയി മരിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഞാനും വിചാരിച്ചു പോലീസ് പറയട്ടെ, നമ്മൾ അന്വേഷണം നമ്മളെ ഈ വഴിക്ക് നീങ്ങാന്ന്. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, അവരെ കുറിച്ച്, അതായത് എനിക്ക് അറിയേണ്ടത് അവരെന്താണ് ജോലി, അവരാരൊക്കെയാണ്, അവരെന്താ ജോലി അവരുടെ എന്നൊക്കെയാണ് എനിക്ക് അന്വേഷിക്കേണ്ടത്. ഇപ്പുറത്തൊരു വീടുണ്ട്, അവരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പൊ അവര് അന്നുണ്ടായൊരു സംഭവം അവരെ നാട്ടുകാർ പറഞ്ഞാണ് എന്നോട്, ആളൊന്നും ഞാൻ വെളിപ്പെടുത്തൂല. ആ നാട്ടുകാര് പറഞ്ഞത് എന്താ വെച്ചാ, ഈ ആളുകൾ അന്വേഷിച്ചപ്പോ, അതായത് ഈ നായ ഓടിക്കയറിയ വീടല്ല, അതിന്റെ അപ്പുറത്തുള്ള വീട്. അപ്പൊ ഇതൊക്കെ ഞാൻ വിളിച്ചു പറയുമ്പോ ചിലപ്പോ
അവർക്ക് ഈ വീട്ടുകാർക്കോ ആ നാട്ടുകാർക്കോ ഒക്കെ വല്ല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് പറഞ്ഞിട്ട് പറയിപ്പിക്കുകയാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്ര വെയിറ്റ് ചെയ്തത്, ശരിക്കും അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ഇതുവരെ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടില്ല. യൂട്യൂബേഴ്സിനെ കൊണ്ടുവന്നതാണ്, എന്റെ നമ്പർ എടുത്തിട്ട് കൊണ്ടുവന്നതാണ് എന്നെ. ഞാനത് പോലീസായിട്ട് നിരന്തരമായിട്ട് പോലീസിന് എത്തിച്ചു കൊടുക്കുന്ന ഇന്ന വിഷയങ്ങൾ കാര്യങ്ങൾ, ഒരു അന്വേഷണവും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. സത്യമായിട്ട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണേ. അപ്പൊ ഈ ഇതിനപ്പുറത്തുള്ള വീട്ടുകാരെടുത്ത് ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളൊരു കുട്ടീനെ കാണാതാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു കുട്ടീനെ കാണാതാവുമ്പോ നമ്മളൊന്ന് പോയിട്ട് അന്വേഷിക്കൂലേ, ഇന്ന വീട്ടിൽ എന്റെ മോള് വന്നിട്ടുണ്ടോ, അവളൊന്ന് തെരഞ്ഞൂടെ, ചിലപ്പോ കുട്ടി എന്തെങ്കിലും പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ വന്നപ്പോ നിങ്ങളെ വീട്ടില്, ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കുട്ടീനെ കാണാതായി, നിങ്ങളെ വീട്ടിൽ നിങ്ങള് ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നില്ല, നാട്ടുകാരൊക്കെ കൂടിയിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് പറയും എന്റെ മോളെ കാണാനില്ല, എന്താ ഒന്ന് തെരയട്ടെ എവിടെ എന്ന് പറഞ്ഞു. നിങ്ങളെന്ത് പറയും? നിങ്ങളും കൂടെ കൂടിയിട്ട് തെരയും ആണോ? പക്ഷെ ആ വീട്ടുകാര് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളെ ഒളിപ്പിച്ച് വെക്കുന്ന പണിയൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഇത്ര കാലമായിട്ട് ആ വീട്ടുകാർ മിണ്ടലില്ലാന്ന്. ഇപ്പൊ മിണ്ടലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് എനിക്കറിയില്ല. ഞാൻ ആ വീട്ടുകാരെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ചൊന്നും അവരുമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അവർക്ക് ഒരു പക്ഷെ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ചിലപ്പോൾ അവര് വിളിക്കും, എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ആ വീട്ടുകാരല്ല വലുത്, എനിക്ക് ആ കുട്ടീനെ കണ്ടെത്തണം. ആ കുട്ടീനെ ഉമ്മ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ സുഹൈൽ എന്ത് പറഞ്ഞു. ജുനൈദ് പറയുന്ന കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, ജുനൈദിൻ്റെ കണ്ടെത്തലുകളാണ് ഈ കേസിൻ്റെ ഒരിത്. അപ്പോൾ അതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും വിശ്വസിച്ച് പോകും. കാരണം അതുപോലെ പച്ച സത്യമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ജുനൈദ് എടുത്ത് പറയുന്നത്, അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ വീട്ടുമുറ്റത്ത് തന്നെ വന്നെത്തിയെന്ന്. അതായത് പോലീസ് നായയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് നായ മണം പിടിച്ച് പോയി എന്നുള്ളത്. അത് പോയത് തോട്ടിക്കൊന്നുമല്ല. ഈ പോലീസ് പറയുന്ന പോലെ തോട്ടിൽ ഒലിച്ചു പോയി എന്നൊക്കെ അല്ല അവർ പറയണത്. അപ്പോൾ തോട്ടിക്കല്ല പോയത്, ഒരു വീട്ടിലോട്ടാണ് കയറിപ്പോയത്. ഒരു വീടിൻ്റെ ഉമ്മറപ്പടി, അത് സിറ്റ് ഔട്ടിലോട്ടാണ് കയറിപ്പോയത്. ഓക്കെ, അപ്പോൾ ആ വീടല്ല, അതിൻ്റെ അപ്പുറത്തൊരു വീടുമുണ്ട്. ഈ രണ്ട് വീടുകൾ അടുത്തടുത്തുണ്ട്. അപ്പോൾ ആ വീട്ടിലെ ആളുകൾ ഈ കുട്ടിയെ കാണാതായപ്പോൾ സ്വാഭാവികമായിട്ട് വന്ന് അന്വേഷിക്കുകയോ ഇവരെ കൂടെ ഒന്നിനും ഉണ്ടായിട്ടില്ല. എന്തായാലും സംശയം ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ട് സംശയം ഉണ്ടാവും. അപ്പോൾ അവരോട് എന്തോ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞങ്ങൾക്ക് കുട്ടിയെ ഒളിപ്പിച്ച് വെക്കലല്ല പണി എന്നുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള ഒരു മറുപടിയാണ്. ഏത് അയൽവാസി അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിൽ സംസാരമില്ല എന്നോ മിണ്ടാവില്ല എന്നോ എന്തൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ട് ഇവരാണെന്നല്ല ഉദ്ദേശിക്കുന്നത്, അതും എടുത്ത് പറയുന്നുണ്ട് ജുനൈദ്. ഇവരാണെന്നല്ല, പക്ഷെ സംശയം അത്രേ ഉള്ളൂ. ആർക്കും ആരെ വേണമെങ്കിൽ സംശയിക്കാം. ഇപ്പോൾ പലരും ദിയ ഫാത്തിമയുടെ ഉമ്മയെ പോലും സംശയിച്ചിട്ടുണ്ട് ഈ കേസിൽ. അപ്പോൾ സംശയം അത്രയാണ് ഈ ജുനൈദ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതും നമ്മൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അത് അന്വേഷണം വേണം, അല്ലേ? വേണ്ടേ? പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല. ഈ വീഡിയോ, ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോൻ്റെ താഴെ 1-2 പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്, ആ കമന്റ് ഞാൻ കാണിക്കാം അവിടെ. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആ കുട്ടിയെ അറിയുന്ന ആൾക്കാരാണെന്നുള്ളത് അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. കാരണം ഒരു മഴ പെയ്യുന്ന ദിവസമാണ് സംഭവം നടക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ചായ കൊടുത്ത് 4 മിനിറ്റ് മാറി നിന്നപ്പോൾ കുട്ടി മിസ്സിങ്ങായി. ഒരിക്കലും അറിയാത്ത വ്യക്തിക്ക് അതിനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല, അവിടെ വന്നിട്ട് അപ്പോഴേക്ക് കുട്ടീനെ എടുത്തുകൊണ്ടാവും. ആ വീടിനെക്കുറിച്ചും ആ കുട്ടിയെക്കുറിച്ചൊക്കെ നല്ല പോലെ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. കാരണം ആ കുട്ടി ജസ്റ്റ് ഉമ്മ മാറേണ്ട ഒരു 4-5 മിനിറ്റിൻ്റെ ഇടയിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ പരിസരത്തുള്ള ഒരാൾ ചെയ്ത സംഭവം തന്നെയാണ്. അവർക്കിതിന്, അതായത് അവർ ചെയ്തതാവാം, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ഉണ്ടാകാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ജുനൈദ് പറഞ്ഞ ഈ സംഭവത്തോട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. സത്യമാണ് ജുനൈദ് പറഞ്ഞത്. അപ്പോൾ ആ അയൽവാസികൾ, അവരാണെന്നും പറയുന്നില്ല കേട്ടോ, ഒരു സംശയം പറയാണ്. ആരെങ്കിലും സംശയിക്കാമല്ലോ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതാണ് ജുനൈദ് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഇതൊന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ല, പോലീസിൻ്റെ ഭാഗത്ത് യാതൊരുവിധ റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ഈ സെയിം സംഭവം തന്നെ. അപ്പോൾ ജുനൈദിന് വേറെയും ഒരു സംശയം കൂടെ ഉണ്ട്, അടുത്ത സംശയം. അതും കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം, എന്താ പറയാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയുകയാണ് ഞാൻ.
അത് ആ വീട്ടുകാർ. ഈ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ ഞാൻ അന്വേഷിച്ചു ഈ വീട്ടിലാര. അപ്പൊ ഈ നായ ചെല്ലുന്ന സമയത്ത് ആ വീട്ടില് അവിടുത്തെ ആളുകളില്ല, ആ വീട്ടിലില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഒന്നും കൂടി കൗതുകമായി. ഞാൻ വീണ്ടും വീണ്ടും കുത്തി അന്വേഷിക്കാൻ അതിന് കുറെ സമയം എടുത്തു അതൊക്കെ വിവരങ്ങൾ കിട്ടാന്. അപ്പൊ അന്വേഷിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലാക്കി. അവര് നാട്ടിൽ നല്ല സ്ത്രീയാണ്. ആ സ്ത്രീ, അവിടുത്തെ സ്ത്രീ നാട്ടില് നല്ല ആളാണ്, കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അവര് വർക്ക് ചെയ്യുന്ന ഒരു അനാഥാലയത്തിലാണ്. ഒരു അനാഥാലയത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർ ആ വീട്ടില് 1 വീക്ക് കൂടുമ്പോ, അന്ന് ഇപ്പൊ അവിടെ സ്ഥിരം താമസമാണെന്നാ കേട്ടത്, ഒരു 1 വീക്ക് കൂടുമ്പോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴേ അവരവിടെ വരാറുള്ളൂ ആ വീട്ടില്. അപ്പൊ എനിക്ക് ഇവരെ തന്നെ ആയിരുന്നു എനിക്ക്, അതായത് എന്റെ സംശയം, എന്റെ അന്വേഷണ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് എത്തിക്കേണ്ട രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട, ഇനി ആ CBI ആണോ 4 പേപ്പർ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വെക്കിട്ട് കയറാൻ വരണ്ട. ഞാന് ഒരു കുഞ്ഞു ഉടുപ്പുമായിട്ട് ദിവസം മണത്ത് നോക്കിയിട്ട് അതും കയ്യിലും വെച്ച് നടക്കുന്ന ഒരു അമ്മക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ പറയുന്ന കാര്യങ്ങള് സത്യസന്ധമായിട്ട് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ. കാരണം എനിക്ക് ആ അമ്മക്ക് ആരുമില്ല, ആ വീട്ടുകാർക്ക് ആരുമില്ല. അവർ പാവപ്പെട്ട കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് സഹായിക്കാൻ നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് ഒരു കാലത്തിനപ്പുറം നമ്മളൊന്നും ഇല്ല, നമ്മളൊക്കെ വെറും കഥകളാണ്. അപ്പൊ അതിനിടക്ക് ചെറിയൊരു സമയത്ത് നല്ലതായിരിക്കെങ്കിലും ഒക്കെ നല്ലത് ചെയ്ത് എന്റെ മക്കൾ എന്നെ കുറിച്ചിട്ട് പറയണ, അന്ന് എന്റെ വാപ്പ അങ്ങനെ ചെയ്തു, എന്റെ ഉപ്പച്ചി അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോ എനിക്ക്, ഞാൻ മരിച്ചു കഴിഞ്ഞാലും അവരെന്നെ അങ്ങനെ ആഗ്രഹിക്കണം, അങ്ങനെ കാണണം അവര്. വിചാരിച്ചു ഞാൻ നല്ലവനൊന്നുമില്ല, ഞാൻ പുണ്യാളൊന്നും ഞാൻ എവിടെയും പറയില്ല. എനിക്ക് എന്റേതായിട്ടുള്ള എല്ലാ സൂക്ഷിയും, ഞാൻ പെട്ടെന്ന് ചൂടാകുന്ന ആളാണ്, ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ അത് ഇത്, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ്. ഞാൻ ഈ കേസുകാരുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. എന്റെ പേഴ്സണലായിട്ടും അറസ്റ്റ് ചെയ്യുന്ന മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ കുട്ടിന്റെ, ഈ പെണ്ണ്, അവിടെ ഉള്ള ഒരു സ്ത്രീ, ഈ പെണ്ണ്, അപ്പൊ ഞാനത് അന്വേഷിച്ചപ്പോ അയാൾ അന്ന് ഈ അന്വേഷിച്ച് ആളുകളൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വരുന്നുണ്ട്, മാർക്കറ്റിൽ നിന്നും കാര്യങ്ങളൊക്കെ വന്നു, അതൊക്കെ ഓക്കെ, നോർമൽ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഈ പെണ്ണ് ഒരു അനാഥാലയത്തിൽ എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു, അത് ഞാൻ ഇവിടെ ഇട്ടു, അതങ്ങനെ വെച്ചിട്ട് ഞാൻ അതിനെ കുറിച്ച് തന്നെ ഇങ്ങനെ പഠിച്ചു നോക്കി. അവരൊരു സർക്കാർ ഇതിലാണ് ജോലി ചെയ്യുന്നത്, എന്തോ ഒരു അനാഥാലയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലിട്ട് ഞാൻ അങ്ങനെ കൊണ്ടു നടന്ന്, അപ്പൊ 2ാമത്തെ വട്ടം അവിടെ പോലീസായി വന്നപ്പോഴും വീണ്ടും ഈ വീട്ടിലേക്കാണ് പോയത്. 2ാമത്തെ വട്ടം ഈ വീട്ടിലേക്കാണ് പോയത്. അപ്പോഴും പോലീസിനോട് പറഞ്ഞു, ഇതൊക്കെ കാണിച്ചു കൊടുത്തു. നമുക്ക് പോലീസുകാരാണല്ലോ കൊണ്ടുപോകണത്, പോലീസിനെ കൊണ്ടുപോയി പോലീസിനോട് പറഞ്ഞു, പോലീസെ അവരൊന്ന് ശരിക്കും ചോദ്യം ചെയ്യണം, അവരെന്താണ്, അവര് നിരപരാധിയായിരിക്കാം, 99% നിരപരാധിയായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സംശയമുണ്ട്, അവരുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അല്ല, എനിക്ക് സംശയമുണ്ട്, ഞങ്ങൾ കുറച്ച് അന്വേഷിക്കും. കാരണം ഇത് സംശയം തന്നെയല്ല, നിങ്ങൾ പറ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പൊ എന്നോട് ചോദിച്ചു എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റേതായിട്ടുള്ള ഒരു രീതിക്ക് ഞാൻ പറഞ്ഞു, ഇപ്പോ കുറച്ച് ആളുകൾ വന്നിട്ട് പറയുന്നു, കുട്ടികളെ, എനിക്കൊരു കുട്ടീനെ ദത്തെടുക്കണം, കുട്ടീനെ വേണം, നിങ്ങളൊരു കുട്ടീനെ തരുമോ, ഞങ്ങൾക്ക് ഒരു 5 ലക്ഷം തരാം, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം തരാം, അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തരാം, അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു കുട്ടീനെ വേണം എന്നൊക്കെ വെക്കുക. അതൊരു സർക്കാർ സ്ഥാപനമാണ്. അവിടുന്ന് ഒരിക്കലും ഒരു കുട്ടീനെ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടീനെ എടുത്ത് കൊണ്ടുപോകാനോ പറ്റില്ല. അതിന് രേഖകളും കണക്കുകളും ഒക്കെ അവരെ ബോധിപ്പിക്കേണ്ടി വരും. അപ്പം ഒരു പക്ഷേ എന്റെ കാഴ്ച, എനിക്കൊരു പേടിയില്ല, പറയാനുള്ള ഞാൻ മുഖത്ത് നോക്കി പറയാം, അതിനെന്നെ ഞാൻ വന്നതും. അപ്പൊ എന്റെ മനസ്സിൽ വന്നൊരു സംശയം, ഒരു പക്ഷെ ഇവരുടെ ഒരു സഹായം ഒരു പക്ഷെ ആളുകൾക്ക് കിട്ടിയിട്ട് മറ്റേതെങ്കിലും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവോ, ആളുകളായിരിക്കും എടുത്തു കൊണ്ടുപോയത് എന്നുണ്ട്. കാരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സ്ത്രീയാണത്. അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് പഠിക്കാൻ ഇറങ്ങിയത്. അപ്പൊ അത് പോലീസ് അന്വേഷിക്കണത്. ഇന്നും ഞാൻ അതാ പറയുന്നത്, അത് പോലീസ് അവർ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തരണം. ഇല്ല, അവരങ്ങനെ ഇല്ല, അവർ ഇന്ന ദിവസം ഇന്ന സ്ഥലത്തായിരുന്നു, അവർക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് അവർ ബോധ്യപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ കുട്ടി നഷ്ടപ്പെട്ടപ്പോ പോലീസ് നായ വന്നിട്ട് ആ വീട്ടിലേക്കാണ് കയറുന്നത്. ആ വീട്ടിലേക്ക് കയറി അവരുടെ സിറ്റൗട്ടിൽ ഇരുന്നു. ആ സിറ്റൗട്ടിൽ നിന്ന് പിന്നെ നായ പോകുന്നത് റോട്ടിലേക്കാണ്. ഓക്കെ, 2ാമത്തെ പ്രാവശ്യം നായ അതന്നെ ചെയ്തത്. പിന്നെ ഈ പെണ്ണ്, അവിടുത്തെ സ്ത്രീ ജോലി ചെയ്യുന്നത് ഒരു അനാഥാലയത്തിലാണ്.
പിന്നെ അവർ വല്ലപ്പോഴേ വരുള്ളൂ എന്നൊക്കെ പറയും. ഇത്ര കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങളോട് ആരോടും ഇത് പറഞ്ഞിട്ടില്ല. അതെന്റെ മനസ്സിലിട്ടു. കാരണം അവർ ചിലപ്പോൾ പാവപ്പെട്ട ഒരാളാണ്, പാവപ്പെട്ട ഒരു സ്ത്രീ ആണെങ്കിൽ അവരൊരിക്കലും ക്രൂശിക്കുന്നത് ശരിയല്ല. നമുക്ക് വായ തോന്നി വിളിച്ചു പറയാൻ പറ്റുന്നല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു. ഞാന് വേറൊരു കാര്യം കൂടി എനിക്ക് അതിൽ കിട്ടി. അതാണ് ഞാനിന്ന് വിളിച്ച് പറയാനുള്ള കാരണം. അപ്പൊ ഈ കുട്ടി നഷ്ടപ്പെട്ടിട്ട്, നിങ്ങളെ അയൽവാസിയാണ് നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യാ? അടുത്ത പ്രാവശ്യം വരുമ്പോ കുഞ്ഞല്ല നഷ്ടപ്പെട്ടത്, നിങ്ങൾ ആ വീട്ടിൽ പോവില്ലേ? വീട്ടിൽ പോയിട്ട് നിങ്ങള് ചോദിക്കും എങ്ങനെ നഷ്ടപ്പെട്ട്, എന്താ നഷ്ടപ്പെട്ട്, സാരില്ല കേട്ടോ, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോരും. പക്ഷെ അങ്ങനെ ഒന്നും ആ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ, ആ വീട്ടുകാർ ഈ വീട്ടിൽ വന്നതായിട്ടുള്ള അവർക്ക് ബന്ധമുള്ള ആളുകളാണ്. ഇതിന് ശേഷം ആ വീട്ടിൽ രണ്ടാമത് ജുനൈദ് നമ്പിലാൻ പറഞ്ഞ കാര്യം, ആ പോലീസ് നായ 2 വട്ടവും കയറിപ്പോയൊരു വീടുണ്ട്. ആ വീട്ടിലൊരു സ്ത്രീയാണ് താമസിക്കുന്നത്. പക്ഷെ ആ സ്ത്രീ എപ്പോഴും ഉണ്ടാവാറില്ല, വല്ലപ്പോഴും നിന്ന് പോകാറുള്ളൂ. ആ സ്ത്രീക്ക് ഒരു ജോലിയുണ്ട്, സർക്കാർ ജോലിയാണ്, അനാഥാലയത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകാൻ വേറൊരു കാരണം കൂടെ ജുനൈദ് പറഞ്ഞു. ആ സ്ത്രീ ഈ അയൽവാസിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടായപ്പോൾ, അത്രയും വലിയൊരു വിഷയമാണല്ലോ കുട്ടിയെ കാണാതായത്, ഇതുവരെയായിട്ട് ആ വീട്ടിൽ വരികയോ അവരെ സന്ദർശിക്കുകയോ ഒരു നല്ല വാക്ക് പറയുകയോ ചെയ്തിട്ടില്ല. അതും ഒരു സംശയമാണ്. ഈ നായ ഓടിക്കേറിയത് ആ വീട്ടിലോട്ടാണ്. അത് നമ്മളെടുത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട വലിയൊരു പോയിൻ്റാണ്. പോലീസ് നായ മണം പിടിച്ച് 2 തവണ പോയത് ആ വീട്ടിലോട്ടാണ്. പിന്നെ ഇവർ വരികയും ഇവരെ ജസ്റ്റ് ഒന്ന് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു സംശയം പറയാണ്, ചിലപ്പോൾ അവർ നിരപരാധി ആയിരിക്കാം, അവർ തെറ്റുകാരി എന്നല്ല പറയുന്നത്. ഒക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. വേണമെങ്കിൽ നമുക്ക് സംശയിക്കാമല്ലോ, ചിലപ്പോൾ അവർ നിരപരാധി ആയിരിക്കാം. പക്ഷെ നമുക്ക് അന്വേഷിക്കണം എന്നാണ് ജുനൈദ് പറയുന്ന കാര്യം. പോലീസ് അന്വേഷിക്കണം. പക്ഷെ എന്ത് ചെയ്യാനാ, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് അതൊക്കെ പറയേണ്ട ഒരു അവസ്ഥ വന്നത്. ജുനൈദിന് തുറന്നടച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യം വന്നത്. കാരണം ഇതൊന്നും ഒരു ഓപ്പണായിട്ട് പറയേണ്ട സംഭവമല്ല. അതൊക്കെ പോലീസ് സീക്രട്ടായിട്ട് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ കേസിൻ്റെ കാര്യത്തിൽ മാത്രം നേരെ തിരിച്ചായിപ്പോയി. പോലീസിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഈ വ്യക്തിക്ക് താൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് പറയേണ്ട ഒരു അവസ്ഥയാണ്. അത് മുഖേനെങ്കിലും ആ കുട്ടിന് തിരിച്ച് കിട്ടുമല്ലോ. അത് എങ്ങനെയെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയും ആളുകളൊക്കെ ഇടപെട്ട് എങ്ങനെ ആ കുട്ടി തിരിച്ച് കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ തന്നെ നല്ലപോലെ ഉണ്ട് ആ വ്യക്തിക്ക്. ആ വ്യക്തിയുടെ മുഖം കണ്ടാൽ മനസ്സിലാക്കുക. റിലേറ്റ് ചെയ്യുന്ന വേറൊരു പോയിൻ്റ് ഉണ്ട്. ആ സ്ത്രീ അനാഥാലയത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊരു സംശയം വരും. ഇപ്പോൾ എനിക്ക് പോലും വന്ന സംശയമാണ് കേട്ടോ. സംശയമാണ്. ആ സ്ത്രീ ആണ് ഇത് ചെയ്തതെന്നല്ല പറയണത്. സംശയിക്കാം നമുക്ക് എന്ത് കാര്യം. അതാണ് ഒരു കേസിൻ്റെ വിജയം എന്ന് പറയുന്നത്. ആ കേസ് സക്സസ് ആവണമെങ്കിൽ നമുക്ക് പല ആൾക്കാരും സംശയിക്കേണ്ടി വരും, എന്നാലേ അത് വിജയത്തിലോട്ട് എത്തുള്ളൂ. അപ്പോൾ എൻ്റെ സംശയം അത് തന്നെയാണ്. അനാഥാലയത്തിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീ സ്വാഭാവികമായിട്ട് പല എൻക്വയറീസും വരും. കുട്ടികൾ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേഴ്സണലിലേക്ക് ആൾക്കാർ സംസാരിക്കും. അപ്പോൾ ഈ ഒരു കുട്ടീനെ അവിടെ എടുത്തു കൊടുക്കാൻ പറ്റില്ല ഉറപ്പായിട്ടും. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും നിർദ്ദേശപ്രകാരം ചെയ്തതാണെങ്കിലോ എന്നാണ് ഞാനും പറയണം കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മറ്റാർക്കെങ്കിലും ഇതിൽ മാഫിയും പെടാം, അവർക്ക് വേണ്ടി കൊടുത്തതാണോ. നമുക്ക് പല രീതിയിലും ഇത് നമുക്ക് സംശയിക്കാം, ഡൗട്ട് അടിക്കാം. അപ്പോൾ ഇതൊരു വലിയൊരു ക്ലൂ ആണ്. ഈ രണ്ടാമത്തെ കാര്യമാണ് എനിക്ക് ഏറ്റവും വലിയ ക്ലൂ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അന്വേഷണം മസ്റ്റാണ്. ഇത് നിർബന്ധമായിട്ട് എന്തുകൊണ്ടാണ് എനിക്കിപ്പോഴും ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഇത്രയും തെളിവുകൾ ഇപ്പോൾ അങ്കമാലിയിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ കുട്ടി കറക്റ്റ്, ഞാനും ആ ഫോട്ടോ നോക്കിയിട്ടോ കറക്റ്റ് തന്നെയാണ്. സൂം ചെയ്ത് നോക്കിയപ്പോൾ ആ കുട്ടിയുടെ മുഖം തന്നെ, ആ കുട്ടി, അതുപോലെ ഈ സംഭവം, ഇതൊന്നും ഇത്രയും ക്ലൂ ഉണ്ടായിട്ട് പോലീസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. 8 വർഷമായിട്ട് ആർക്കായാലും സങ്കടം തോന്നിപ്പോട്ടെ, വല്ലാതെ സങ്കടം തോന്നിപ്പോട്ടെ. ഇത് നിസ്സാരമായിട്ട് അന്വേഷിച്ച് ഉടനെ കണ്ടുപിടിച്ച് കുട്ടി ഏൽപ്പിക്കാവുന്നൊരു വിഷയമായിരുന്നു. ശക്തമായിട്ട് പറയട്ടെ, എനിക്ക് പറയാനുള്ള കാര്യം, ജുനൈദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയിൻ്റാണ്. ഒറ്റ ഒരു കാര്യം നമുക്ക് എല്ലാം വാദിക്കാനുള്ള ഒന്നുമില്ല നമ്മളെ കയ്യിൽ, ഒക്കെ പോയിൻ്റാണ്. കാരണം
അത്രയും കറക്റ്റായിട്ടാണ് ആ വ്യക്തി കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ഒരു സാധാരണ ഒരു മനുഷ്യൻ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാധാരണ ഒരാൾക്ക് ഗൾഫ് നിന്നുകൊണ്ട് ഇത്രയും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള പോലീസിന് എത്ര പെട്ടെന്ന് ആ കാര്യം ക്ലോസ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചു നോക്കും. അതായത് കണ്ടെത്തി ക്ലോസ് ചെയ്യാൻ പറ്റും, ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്.